നമസ്കാരം. ഭാരതം സ്വതന്ത്രമാകുമ്പോൾ നമുക്ക് 548 നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ഈ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം സ്റ്റേറ്റ്സ് മിനിസ്ട്രിക്കായിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി രൂപീകരിച്ച മന്ത്രാലയമായിരുന്നു സ്റ്റേറ്റ്സ് മിനിസ്ട്രി. ഈ വകുപ്പും ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്ന സർദാർ പട്ടേലിനടിയിലായിരുന്നു. 548-ൽ 547 നാട്ടുരാജ്യങ്ങളെയും ഭാരതത്തിൽ ലയിപ്പിച്ചത് പട്ടേലാണ്. എന്നാൽ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു കാശ്മീർ നേരിട്ട് കൈകാര്യം ചെയ്യുവാൻ തീരുമാനിച്ചു. എന്നാൽ ഈ തീരുമാനം പട്ടേലിനോട്ട് അറിയിച്ചിരുന്നതുമില്ല. നെഹ്റുവിനെ കാശ്മീർ വിഷയത്തിൽ സഹായിക്കുവാൻ നെഹ്റു നിയമിച്ച ഒരു ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു എൻ ഗോപാലസ്വാമി അയ്യങ്കാർ. ഈ ഗോപാലസ്വാമി അയ്യങ്കാർ കാശ്മീരിലെ ഒരു പഴയ ദിവാനും ഒരു ഭരണഘടനാ വിദഗ്ധനും ഒക്കെ ആയിരുന്നു. നെഹ്റു കാശ്മീർ വിഷയം നേരിട്ട് കൈകാര്യം ചെയ്യുവാൻ ശ്രമിക്കുന്നത് പട്ടേൽ അറിയുന്നത് ഗോപാലസ്വാമി അയ്യങ്കാർ പുറത്തിറക്കിയ ഒരു ഒഫീഷ്യൽ സർക്കുലറിൽ നിന്നാണ്. ഈ സർക്കുലർ കണ്ട പട്ടേൽ ഗോപാലസ്വാമി അയ്യങ്കാർക്ക് ഒരു കത്തെഴുതി. അതിൽ അദ്ദേഹം പറഞ്ഞത് കാശ്മീർ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് സ്റ്റേറ്റ്സ് മിനിസ്റ്ററുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് അത് സംബന്ധമായ എല്ലാ രേഖകളും സ്റ്റേറ്റ്സ് മിനിസ്റ്ററിക്ക് കൈമാറുക. ഭാവിയിൽ കാശ്മീർ ലയന കാര്യങ്ങൾ സ്റ്റേറ്റ്സ് മിനിസ്റ്റർ ചെയ്തുകൊള്ളാം. അപ്പോഴാണ് താൻ കാശ്മീർ വിഷയത്തിൽ ഇടപെടുന്നത് നെഹ്റുവിന് വേണ്ടിയാണെന്ന് ഗോപാലസ്വാമി അയ്യങ്കാർ പട്ടേലിനെ അറിയിക്കുന്നത്. ഈ പട്ടേലും ഗോപാലസ്വാമിയും തമ്മിൽ ഡിസ്കഷൻ നടക്കുന്നത് 1947 ഡിസംബർ 22-നാണ്. ഇവർ തമ്മിൽ നടന്ന ഡിസ്കഷനെ കുറിച്ച് മനസ്സിലാക്കിയ നെഹ്റു ഈ തൊട്ടടുത്ത ദിവസം, അതായത് ഡിസംബർ 23-ന് പട്ടേലിന് ഒരു കത്തയച്ചു. ആ കത്തത്ര സുഖമുള്ള ഒരു കത്തായിരുന്നില്ല. അതിൻ്റെ കുറച്ചു ഭാഗം ഞാനൊന്ന് വായിക്കാം. ഗോപാലസ്വാമി അയ്യങ്കാരോട് കാശ്മീർ വിഷയത്തിൽ എന്നെ സഹായിക്കുവാൻ പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാശ്മീരിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അറിവും പരിചയവും പരിഗണിച്ച് അദ്ദേഹത്തിന്റെ പൂർണ്ണ അധികാരം നൽകേണ്ടതുണ്ട്. സ്വീകരിച്ച നടപടികളെക്കുറിച്ച് അറിയിക്കണം എന്നല്ലാതെ സ്റ്റേറ്റ്സ് മിനിസ്ട്രിക്ക് കാശ്മീർ വിഷയത്തിൽ പ്രത്യേകം ഉത്തരവാദിത്തങ്ങൾ ഉള്ളതായി ഞാൻ കരുതുന്നില്ല. ഇതെല്ലാം എൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണ്. എൻ്റെ ഉത്തരവാദിത്വമായി കരുതുന്ന കാര്യങ്ങളിൽ എൻ്റെ ചുമതലകൾ ഉപേക്ഷിക്കുവാൻ ഞാൻ തയ്യാറല്ല. നെഹ്റുവിൻ്റെ ഈ കത്തിനുള്ള പട്ടേലിന്റെ മറുപടി തന്റെ രാജിക്കത്തായിരുന്നു. നെഹ്റുവിന്റെ ഇത്തരം ആലോചിക്കാതെയുള്ള പ്രവർത്തികളിൽ സഹികെട്ട് തന്നെ ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും മാറ്റിത്തരണമെന്ന് 2 പ്രാവശ്യം പട്ടേൽ മഹാത്മാഗാന്ധിയോട് അപേക്ഷിക്കുന്നുണ്ട്. 47 ഡിസംബറിലും 48 ജനുവരിയിലും. ഗാന്ധിജിക്ക് എഴുതിയ കത്തിൽ തന്റെ ഫ്രസ്ട്രേഷൻ പട്ടേൽ വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ട്. ജനാധിപത്യമായ രീതിയിൽ ഒരു ഗവൺമെന്റ് ക്യാബിനറ്റ് സിസ്റ്റത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നെഹ്റുവിന് അറിയില്ല എന്നതായിരുന്നു പട്ടേലിന്റെ പരാതി. കാരണം മന്ത്രിമാരുടെ തീരുമാനങ്ങളെ അസാധുവാക്കി തനിക്ക് ശരിയെന്ന് കരുതുന്നവ നടപ്പിലാക്കുന്ന നെഹ്റുവിന്റെ രീതികൾ ജനാധിപത്യത്തിന് നിരക്കാത്തതും ഏകാധിപത്യ പ്രവണതയുമാണെന്നാണ് പട്ടേൽ മഹാത്മാഗാന്ധിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നത്. പട്ടേലിന്റെ അഭിപ്രായത്തിൽ പ്രധാനമന്ത്രി ഫസ്റ്റ് അമംഗ് ഈക്വൽസ്, അതായത് തുല്യരിൽ ഒന്നാമൻ മാത്രമാണ്. മഹാത്മാഗാന്ധി വധിക്കപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം നടന്ന ക്യാബിനറ്റ് മീറ്റിംഗിൽ പട്ടേലും നെഹ്റുവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഏതാണ്ട് അതിന്റെ പാരമ്യത്തിലെത്തിയിരുന്നു. പട്ടേൽ താങ്കൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൊള്ളൂ, ഞാൻ താങ്കൾക്കൊപ്പമില്ല എന്ന് മേശപ്പുറത്ത് അടിച്ചുകൊണ്ട് നെഹ്റു ആ ക്യാബിനറ്റ് മീറ്റിംഗിൽ പട്ടേലിനോട് സംസാരിച്ചിരുന്നുവെന്ന് മൗലാന ആസാദ് പറഞ്ഞതായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നെഹ്റുവിനും പട്ടേലിനും ഇടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പ്രധാന കാരണം അവർക്കിടയിലെ ആശയപരമായ വ്യത്യാസങ്ങളായിരുന്നു. പട്ടേൽ രാജ്യത്തെ ഒരു വലതുപക്ഷ ചിന്തയിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നു എന്ന സംശയം നെഹ്റുവിനുണ്ടായിരുന്നു. അതിലെന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നെഹ്റു രാജ്യത്തെ ഇടതുപക്ഷ ചിന്തയിലേക്ക് കൊണ്ടുപോയ വ്യക്തിയാണ്. നെഹ്റു യൂറോപ്യൻ സോഷ്യലിസത്തിന്റെ വക്താവായിരുന്നു. ഈ ലെഫ്റ്റിസവും സോഷ്യലിസവുമാണ് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ മുരടിപ്പിച്ചത്. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയ 75 കൊല്ലത്തിന് ശേഷവും പട്ടിണി മാറ്റുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യലിസവും കമ്മ്യൂണിസവും പറഞ്ഞു നടന്ന എല്ലാ രാജ്യങ്ങളും തകർന്നടിഞ്ഞു. യൂറോപ്പിലെ അമേരിക്കയിലെ ഒരു രാജ്യവും വളർന്നത്, ഡെവലപ്പ് ചെയ്തത് സോഷ്യലിസമോ കമ്മ്യൂണിസമോ പറഞ്ഞുകൊണ്ടല്ല. 2ാം ലോക മഹായുദ്ധക്കാലത്ത് യൂറോപ്പ് പൂർണ്ണമായും തകർന്നടിഞ്ഞിരുന്നു. ഭാരതത്തിനേക്കാളും പരിതാപകരമായിരുന്നു യൂറോപ്പിലെ പല രാജ്യങ്ങളുടെയും സ്ഥിതി. എന്നിട്ടും ആദ്യത്തെ 15 കൊല്ലത്തിനകം ആ രാജ്യങ്ങളിലൊക്കെ ഡെവലപ്പ് ചെയ്തു. അതൊന്നും സോഷ്യലിസമോ കമ്മ്യൂണിസമോ കൊണ്ടായിരുന്നില്ല. ഈ ഒരു തിരിച്ചറിവ് പട്ടേലിനുണ്ടായിരുന്നു. അതുതന്നെയായിരുന്നു പട്ടേലും നെഹ്റുവും തമ്മിലുള്ള വ്യത്യാസവും. പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്ന ദുർഗാദാസിനോട് പട്ടേൽ ഒരിക്കൽ പറഞ്ഞത് നെഹ്റു ഹാഡ് ലോസ്റ്റ് ഹിസ് ഹെഡ് എന്നാണ്. അതായത് നെഹ്റുവിന് തലച്ചോറേ ഇല്ലാതായിരിക്കുന്നു എന്ന്. ഇവർക്കിടയിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാൻ പ്രതിജ്ഞാബദ്ധനായിരുന്നു മഹാത്മാഗാന്ധി. പക്ഷേ അത് പരിഹരിക്കുന്നതിന് മുൻപ് തന്നെ ഗാന്ധിജി വധിക്കപ്പെട്ടു.
മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടതിന് ശേഷം നെഹ്റുവും പട്ടേലും സ്വാഭാവികമായി ഒരുമിച്ച് നിന്നു. മഹാത്മാഗാന്ധിയോടുള്ള ബഹുമാനാർത്ഥം തൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് പട്ടേൽ സ്വയം സാക്രിഫൈസ് ചെയ്തു. അതിനുശേഷം 1950 പട്ടേൽ മരിക്കുന്നിടം വരെ അവർക്കിടയിൽ കാര്യമായ കലഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജയപ്രകാശ് നാരായണൻ നെഹ്റുവിനെ കുറിച്ച് എഴുതിയത് വായിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. കാശ്മീർ വിഷയം നെഹ്റുവിന് കൈകാര്യം ചെയ്യുവാൻ വിട്ടുകൊടുത്തത് ദൗർഭാഗ്യകരമായി പോയി. ഒരാഭ്യന്തര പ്രശ്നമായിരുന്ന കാശ്മീരിനെ UN സെക്യൂരിറ്റി കൗൺസിലിൽ കൊണ്ടുപോയി അന്താരാഷ്ട്രവൽക്കരിച്ചത് പണ്ഡിറ്റ്ജിയാണ്. കാശ്മീർ വിഷയം പട്ടേലാണ് കൈകാര്യം ചെയ്തിരുന്നതെങ്കിൽ അദ്ദേഹം അതിന് ഉചിതമായ പരിഹാരം കാണുമായിരുന്നു. ഇതാണ് ജയപ്രകാശ് നാരായണൻ പറഞ്ഞത്. പട്ടേലായിരുന്നു കാശ്മീർ വിഷയം കൈകാര്യം ചെയ്തിരുന്നത് എങ്കിൽ കഴിഞ്ഞ 75 കൊല്ലക്കാലം നമ്മളുടെ വരുമാനത്തിൻ്റെ 50% സൈനിക ബഡ്ജറ്റിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരില്ലായിരുന്നു. അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നതിനും വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.